ഇനി എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. ആദ്യത്തെ കേസിൽ നമ്മൾ എടുത്തത് ഒരു ലീനിയർ കണ്ടക്ടറിനെ ആയിരുന്നു. അതായത് L ലെങ്ത് ഉള്ളതും Q ചാർജ് ഉള്ളതുമായ ഒരു ലീനിയർ കണ്ടക്ടറിനെയാണ് ആദ്യത്തെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്തത്. ഈ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ബോഡിയെ ആണ്. അതായത് ഒരു പ്ലെയിൻ, ഒരു ഷീറ്റ്. ആ ഷീറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ചാർജ് ചെയ്യുന്നു. അതായത് ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഷീറ്റ് എങ്കിൽ അതിൻ്റെ ഏരിയ ആണ് ക്യാപിറ്റൽ A. അതിലേക്ക് ഞാൻ കുറച്ച് ചാർജുകളെ കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ഷീറ്റ് ചാർജഡ് ആണ്. അതിൻ്റെ ഉള്ളിൽ പ്രസൻ്റ് ആയിട്ടുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ Q ആണ്. ആ Q എന്ന് പറയുന്ന ചാർജ് എങ്ങനെയായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക? കണ്ടിന്യൂസ് ആയി, യൂണിഫോമായി എല്ലാ ഭാഗത്തും, സർഫസിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷനെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് നോക്കാം. ഒരു ഏരിയ, ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിംബലാണ് സിഗ്മ. ഇനി എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി? അതിനുള്ള ഉത്തരമാണ് ആദ്യത്തെ പോയിന്റ്. ഇറ്റ് ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അതായത് എ ഏരിയയുള്ള ഒരു ബോഡിയെ, എ സർഫസ് ഏരിയയുള്ള ഒരു ബോഡിയെ ഞാൻ ചാർജ് ചെയ്തിരിക്കുന്നു. ആ കൊടുത്തിരിക്കുന്ന ചാർജാണ് ക്യാപിറ്റൽ Q, അല്ലെങ്കിൽ ആ സർഫസിൽ മൊത്തം പ്രസൻ്റ് ആയിട്ടുള്ള ചാർജാണ് ക്യാപിറ്റൽ Q. ഇനി ആ ഒരു ഏരിയയുടെ, ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയയുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ടോട്ടൽ ചാർജിനെ അതിൻ്റെ തന്നെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇറ്റ് ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിൽ ഉള്ള എമൗണ്ട് ഓഫ് ചാർജിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സിഗ്മ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ A. Q എന്ന് പറയുന്നത് ആ സർഫസിലുള്ള ടോട്ടൽ ചാർജും A എന്ന് പറയുന്നത് അതേ സർഫസിൻ്റെ തന്നെ ടോട്ടൽ ഏരിയയുമാണ്. ഇനി എന്താണ് അതിൻ്റെ SI യൂണിറ്റ്? ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് കൂളം മീറ്റർ റേസ് ടു -2. എങ്ങനെ വന്നു? ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയറുമാണ്. അങ്ങനെയെങ്കിൽ Q/A എന്ത് വരും? കൂളം ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ കൂളം മീറ്റർ റേസ് ടു -2.